ലഹരിക്കെതിരെ തുറന്ന പോരാട്ടത്തിലേക്ക് സംസ്ഥാനത്ത് കുട്ടികളിലെ ലഹരി വ്യാപനം, അക്രമം എന്നിവയിൽ വിശാല യോഗം ചേർന്ന വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി. സിനിമാ സീരിയൽ ദുസ്വാധീനവും കുട്ടികളിലെ അക്രമം വർദ്ധിക്കുന്നതിന് കാരണമാണെന്നും നിയമസഭയിൽ രമേശ് ചെന്നിത്തല അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. കക്ഷി രാഷ്ട്രീയമല്ല, ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ സഭയിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. എസ് ശ്രീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുട്ടികളിലെ ലഹരി ഉപയോഗം, അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന അക്രമ വാസന, ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അത് ഷഹബാസിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസ്. വിഷയം അത്രത്തോളം ഗൗരവകരമായ സംഭവമായതുകൊണ്ട് തന്നെ ഇതിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളൊരു നിലപാടാണ് മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 12 മണി മുതൽ 3 മണി വരെയായി ഈ വിഷയത്തിലൂന്നിയുള്ള ചർച്ച നടന്നത്. വളരെ ക്രിയാത്മകമായ ഒരു ചർച്ച തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ നടന്നത്. പക്ഷേ പ്രമേയ അവതാരകനായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുമ്പോൾ പക്ഷേ അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുന്നതിനൊപ്പം രാഷ്ട്രീയ വിഷയങ്ങൾ അതിലേക്ക് കൂട്ടിക്കലർത്തുകയും മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന രീതിയിൽ ഓരോ വരികളിലും അവസാനം വിളിക്കുന്ന തരത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു നടപടി. അതിൽ സ്വാഭാവികമായും അപ്പോൾ തന്നെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പ്രതികരണം അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തോളം ഗൗരവകരമായ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിഷയത്തിലൂന്നിയല്ലേ ചർച്ച നടത്തേണ്ടത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. ഏതായാലും അതിനുശേഷം ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അംഗങ്ങൾ സഭയിൽ സംസാരിച്ചു. എല്ലാവരും രമേശ് ചെന്നിത്തല സ്വീകരിച്ച നിലപാടിനെ ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ച അംഗങ്ങൾ അതിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ, ഇവയാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, പ്രധാനമായും സംസ്ഥാനത്ത് ഏതായാലും വിശാലമായ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അവർ വീടുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം പഠിപ്പ് എന്നതിലൂന്നി മാത്രമാണ് ഇന്നത്തെ സമൂഹത്തെ രക്ഷിതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിനപ്പുറത്തേക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ പുറത്തിറങ്ങുകയോ കളിക്കുകയോ അത്തരത്തിലുള്ള ഒരു ബാല്യകാലം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് കുട്ടികൾ നീങ്ങുന്നത്. അതിനൊപ്പം തന്നെ സിനിമയിലും സീരിയലിലും ഉള്ള ദുസ്വാധീനം, അവയിൽ നിന്നുള്ള ദുസ്വാധീനം കുട്ടികളിൽ അക്രമം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ മയക്കുമരുന്ന് കേസുകളിൽ സംസ്ഥാനത്തെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ 2024 അറസ്റ്റ് ചെയ്തത് 24,517 പേരെയാണ്. ചില സംസ്ഥാനങ്ങളുടെ പേര് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ പഞ്ചാബിനെ എടുത്താൽ അവിടെ ഇതേ ഘട്ടത്തിൽ 9,734 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വിമുക്തി ഡി അഡിക്ഷൻ പരിപാടി ഫലപ്രദമായി നടത്തുന്നൊരു പരിപാടിയാണത്. നമ്മൾ കാണേണ്ടത് 1,36,500 പേരെ ഔട്ട് പേഷ്യൻ്റായും 11,078 പേരെ ഇൻപേഷ്യൻ്റായും ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും ഏതായാലും സംസ്ഥാന സർക്കാർ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ സർക്കാരിനൊപ്പമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് പ്രധാനമായും വിമർശിച്ചത്. ഈ കുട്ടികളെ ഇങ്ങനെ ഇവർക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. സ്വീകരിച്ചാൽ അതിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ നൽകും. എന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി കണക്കുകൾ സഹിതമാണ് ഇന്ന് സഭയിൽ വ്യക്തമാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഒന്ന്, വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഡി ഹണ്ടിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത് രണ്ടുമല്ലാത്ത ലഹരി കടത്ത് സംസ്ഥാനത്തേക്ക് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ, ഇവയെല്ലാം സംസ്ഥാനത്ത് ശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും ആ രീതിയിലുള്ള നടപടികൾ, സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. യുവജന സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്, സിനിമ, സാംസ്കാരിക മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്.
നമ്മുടെ പൊതുവായി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നവരുണ്ട്, സാമൂഹ്യ ശാസ്ത്രജ്ഞരുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വിശാലമായ ആലോചനാ യോഗം നടക്കണം. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് തീരുമാനിക്കണം. അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾ, അത് സ്വീകരിച്ച നടപടികൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഫലപ്രദമായി സ്വീകരിച്ച് പോവുകയും ചെയ്യും. ഏതായാലും മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സഭയിൽ ഒരു പൊതുവികാരം ഉയർന്നു വന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം അത് തന്നെയാണ് ഈ വിഷയത്തെ നേരിടുന്നതിന് ഉള്ളൊരു മാർഗം. പൊതുസമൂഹത്തെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവബോധം പൊതുസമൂഹത്തിൽ കൂടുതലായി സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾക്കും സർക്കാർ മുൻതൂക്കം നൽകുന്നുണ്ട് എന്നുള്ള കാര്യവും ചർച്ചയിൽ വ്യക്തമാകുകയും ചെയ്തു. ഏതായാലും മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം സഭയുടെ അനുമതിയോടുകൂടി ഈ അടിയന്തര പ്രമേയം പിൻവലിക്കുന്ന സാഹചര്യമാണ് ഒടുവിൽ ഉണ്ടായത്. ശരി, എസ് ശ്രീജയാണ് വിവരങ്ങൾ നൽകിയത്.